ഞാൻ മമ്മൂക്ക അടുത്ത് വരെ അഭിനയിച്ചൊക്കെ കാണിക്കുന്ന ഒരാളാണ്. മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇത് എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ ചെയ്യത്തില്ലേ? മമ്മൂക്ക ചെയ്തോളൂ. പക്ഷെങ്കിൽ ഒരുപാട് ഞാൻ അങ്ങനെ സന്തോഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള, ഒരുപാട് റിലാക്സ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. തന്നെയല്ല, ബാല അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം അതിൽ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. പലരും പറഞ്ഞു, ഗദാമ പോലൊരു സിനിമ വന്നല്ലോ, ഇത് കഥയുടെ പശ്ചാത്തലം മാത്രമല്ലേ മാറ്റമുള്ളൂ, ഒരു പെൺകുട്ടിയോടെ പോയി പീഡിക്കപ്പെടും. അപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം ഇതല്ല എൻ്റെ സിനിമ എന്നുള്ളത്. കമ്പാരിറ്റീവ്ലി ഒരു സാധാരണക്കാരൻ്റെ മുഖമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും എന്തൊരു ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിട്ട് കണ്ടു പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയാണ് എനിക്ക് അങ്ങനെ വിചാരിക്കുന്ന ഒരാളിലുണ്ടാകുന്നൊരു മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ 2013 എനിക്ക് തോന്നുന്നു മറിയാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. ഇപ്പം ക്ലിയർലി ആടുജീവിതം എന്ന നോവലിൽ നിന്ന് കുറേ അധികം ഇൻസ്പയർഡ് ആയിട്ടാണ് നമുക്കൊക്കെ ഫീൽ ചെയ്തിരുന്നത്. ഇപ്പോൾ നമ്മുടെ സിനിമയുടെ ആടുജീവിതത്തിൻ്റെ ട്രെയിലർ വന്നപ്പോഴും കുറച്ച് പേര് അതിനെപ്പറ്റി സംസാരിച്ചു. പക്ഷേ സിനിമ റിലീസായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണെന്നുള്ളത്. പക്ഷേ സാറ് ഈ സിനിമയുടെ പ്ലാനിങ് പ്രോസസ്സിലിരുന്നപ്പോൾ അങ്ങനെ ഒരു സിനിമ വന്നത് ഏതെങ്കിലും രീതിയിലൊരു ആങ്സൈറ്റിയോ ഒരു വിഷമോ ഉണ്ടാക്കിയിരുന്നു? തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിനിമ കാണുന്നിടം വരെ എനിക്ക് വലിയൊരു ആങ്സൈറ്റിയും വിഷമമൊക്കെ ആയിരുന്നു മരിയൻ സിനിമ കാണുമ്പോൾ. അപ്പോൾ അത് തന്നെയല്ല, ബാല അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴും ഒക്കെ അദ്ദേഹം അതിൽ നിന്ന് വളരെ ബുദ്ധിപരമായിട്ട് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് പറയാമായിരുന്നു ഈ പുസ്തകത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ. പക്ഷെ ഞാനതിനെ മുതിർന്നില്ല. കാരണം ഇത് അദ്ദേഹത്തിന്, പക്ഷെങ്കിൽ ഈ സിനിമ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് പേരെങ്കിലും മരിയാൻ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തതാണെന്നൊക്കെ പറയുന്നത് അതറിയാത്ത ആൾക്കാർ പറയുന്നത്. അതെ. അപ്പോൾ അതിനെ ഇത്തരത്തിലുള്ളൊരു കുറ്റപ്പെടുത്തൽ കൊണ്ട് നമ്മുടെ സിനിമയെക്കുറിച്ച് നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണല്ലോ. അതുപോലെ തന്നെ കമൽ സാറ് ചെയ്ത ഗിരീഷ് എഴുതിയ കാവ്യ മാധവൻ അഭിനയിച്ച ഗദാമ വന്നപ്പോഴും ഈ പറഞ്ഞ ഈ പുസ്തകം ഇറങ്ങി ഞാൻ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് തീരുമാനിച്ചതിന് ശേഷമാണ് ഗദാമ എന്ന് പറയുന്ന ഒരു സിനിമ വരുന്നത്. അപ്പോഴും പലരും പറഞ്ഞു, ഗദാമ പോലൊരു സിനിമ വന്നല്ലോ, ഇത് കഥയുടെ പശ്ചാത്തലം മാത്രമല്ലേ മാറ്റമുള്ളൂ, ഒരു പെൺകുട്ടിയോടെ പോയി പീഡിക്കപ്പെടും. അപ്പോഴും എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം ഇതല്ല എൻ്റെ സിനിമ എന്നുള്ളത്. അവിടെ ഈ തിരിച്ചറിവിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ പലരും പറയുന്നുണ്ടല്ലോ, സെക്കൻഡ് ഹാഫിലെ ഡെസേർട്ട് ക്രോസിംഗ് ആണ് എല്ലാവരും എക്സൈറ്റഡ് ആക്കുന്നത്. എനിക്ക് കൃത്യമായിട്ടും ഇതാണ് എൻ്റെ സിനിമയിൽ ഇതാണ് എന്നുള്ളത് വെരി ബിഗിനിങ് എനിക്ക് അറിയാമായിരുന്നു എന്നുള്ളത്. കാരണം പുസ്തകത്തിൽ അല്പം മാത്രം അല്ലെങ്കിൽ വളരെ ലൈറ്ററായിട്ടാണ് അത് പറഞ്ഞിട്ട് ഒരു പൂരക്കാഴ്ച കണ്ട് നടക്കുന്ന പോലെ ഒരു ഫാൻറ്റസി പോലൊക്കെയാണ്, ഞാൻ പറക്കുന്ന ഒന്നും അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതിനെ ആ ഒരു തലത്തിൽ മാത്രം ആണ് ഏറ്റെടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു വലിയൊരു സത്യമുണ്ട്, പറയാൻ പറ്റാത്ത വലിയൊരു ഇൻ്റർനാഷണൽ സ്വഭാവമുള്ള ചില സീക്വൻസുകളുണ്ട് എന്നുള്ളതും അതായിരിക്കണം നമ്മൾ ഏറ്റവും ഡിഫറൻ്റായിട്ട് ഈ പുസ്തകത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പറയാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ബോധപൂർവ്വം ശ്രമിച്ചു കൊണ്ടുവന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മറ്റേ സ്പേസുകളൊക്കെ പുസ്തകത്തിലെ സ്പേസുകളൊക്കെ നമുക്ക് കുറയ്ക്കേണ്ടി വന്നത്. അതല്ലാതെ എനിക്ക് എന്തെങ്കിലും തരത്തിൽ എൻ്റെ അബദ്ധമായിട്ട് മാറിയ കാര്യങ്ങളല്ല. എന്നുവെച്ചാൽ ഇതൊരു 6-7 ദിവസത്തെ ഒരു യാത്ര തന്നെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ പറയുന്നുണ്ട് ഈ സാഹിത്യത്തിനുള്ളൊരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ചാപ്റ്റർ കഴിയുമ്പം അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നതാണെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. കണ്ടിന്യൂറ്റി ആവശ്യമില്ല. ഇപ്പം പുലർച്ചെയായോ അല്ലെങ്കിൽ അസ്തമിച്ചോ എന്നൊന്നും പറയുക ഇപ്പം നമുക്ക് ആ യാത്രയിലൊക്കെ എല്ലാ ദിവസത്തിൻ്റെയും ഒരു അടുത്ത ദിവസമാണെന്ന് തോന്നിപ്പിക്കണം.
അപ്പോൾ ചിലയിടത്തൊക്കെ ചിലരുടെ അടുത്ത് പറഞ്ഞു നമുക്കൊരു Day 1 Day 2 ഞാൻ പറഞ്ഞു അവിടെ കഴിഞ്ഞല്ലോ. അങ്ങനെ എഴുതി കാണിക്കുമ്പോൾ അങ്ങനെ നമ്മൾ സ്പൂൺ ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു പരാജയമല്ലേ. അപ്പം ഈ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്ത് സാറ് കൂടുതലും സിനിമകൾ ചെയ്തിരുന്നത് മമ്മൂട്ടി സാറും മോഹൻലാൽ സാറുമായിട്ടായിരുന്നു. ഇപ്പോൾ പൃഥ്വിരാജ് അന്ന് അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള സിനിമകൾ ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ അദ്ദേഹത്തിന് ഒരുപാട് ഹേറ്റും ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ടായിരുന്നു. ഏത് സിനിമയോ അല്ലെങ്കിൽ ഏത് പെർഫോമൻസ് കണ്ടപ്പോഴായിരിക്കും സാറിന് ഒരു സ്പാർക്ക് തോന്നിയത് ദിസ് ഇസ് മൈ നജീബ് അല്ലെങ്കിൽ എൻ്റെ നജീബ് പൃഥ്വിരാജ് ആയിരിക്കണം എന്നുള്ളത്? ഇല്ല, എനിക്ക് അങ്ങനെയല്ല. എനിക്ക് രാജുവിൽ ആദ്യം തന്നെ തോന്നിയതെന്ന് പറഞ്ഞാൽ രാജുവിൻ്റെ ഇപ്പം നന്ദനം പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് സിനിമകൾ ഞാൻ അങ്ങനെയും കണ്ടിട്ടില്ല. പക്ഷെങ്കിൽ രാജു എന്നുള്ള ഒരു ആക്ടറിൻ്റെ ഒരു സിനിമയോടുള്ള ഒരു വലിയൊരു ഒരു 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 ഡെഡിക്കേഷനാണ്. അതല്ലെങ്കിൽ സിനിമയോടുള്ള വലിയൊരു ആർത്തിയും കൊതിയും ഒക്കെ ഉള്ളൊരു മനുഷ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡീപ്പായിട്ട് അതിനെ മനസ്സിലാക്കാനും എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാൾ അപൂർവമാണ്. അപ്പം ആ ഡെഡിക്കേഷനായിരുന്നു ഈ ക്യാരക്ടറിന് ആവശ്യം. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ഇത്രയും വലിയ ട്രാൻസ്ഫോർമേഷൻസ് മാറുന്നു കാര്യങ്ങൾ വരുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏതൊരു മുഖത്തിനും അതൊക്കെ സെറ്റാകും. കമ്പാരിറ്റീവ്ലി ഒരു സാധാരണക്കാരൻ്റെ മുഖമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എല്ലാവരും എന്തൊരു ഞാൻ ചെയ്യുന്ന വലിയൊരു അപരാധമായിട്ട് കണ്ടു പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവിടെയാണ് എനിക്ക് അങ്ങനെ വിചാരിക്കുന്ന ഒരാളിലുണ്ടാകുന്ന ഒരു മാറ്റമാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ എല്ലാ വളരെ വളരെ ശുഷ്കിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെ, സാധാരണക്കാരനായ ഒരു മനുഷ്യനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അയാളിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നാൽ ആർക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പോലും പറ്റത്തില്ല. പക്ഷെങ്കിൽ രാജുവിൻ്റെ ആ 5ാം ക്ലാസ്സും ഗുസ്തിക്കാരനുമായിട്ട് നിൽക്കുന്ന ആ സീൻ പോലും എനിക്ക് തോന്നുന്നു ഒരു ഘട്ടത്തിൽ ആ സീൻ ചില ഇഷ്യൂസിൽ എടുത്ത് എനിക്കൊന്ന് വിവേകാണ് പറഞ്ഞു എന്ന് മറ്റും തോന്നുന്നു. അല്ല, ആ സീൻ നല്ല ആടെന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ അപ്പം ഇതുവരെ കാണാത്തൊരു പൃഥ്വിരാജാണ്. അതെ അതെ. അപ്പം അതുകൊണ്ട് തന്നെ ആണ് ഇത് ആ ട്രാൻസ്ഫോർമേഷൻ ഇത്രയും നമുക്ക് ഭയങ്കരമായി നമ്മളെ പിടിച്ച് ഉലയ്ക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരന് സംഭവിച്ചത് കൊണ്ടാണ്. ഇപ്പം നമുക്ക് തന്നെ ഇത് ഒരുപാട് ഷെഡ്യൂളുകളിൽ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അന്നേരം അങ്ങനെ അറിയില്ല. പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു സിനിമയായിട്ട് കാണുമ്പോഴാണ് ഇപ്പോൾ ഈ കാണുന്ന മുഖങ്ങൾ അല്ലല്ലോ തുടക്കത്തിലെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒത്തിരി രാജു ശ്രമിച്ചിട്ടുണ്ട്. ഞാനും അതിൻ്റെ അകത്ത് എൻ്റെ പിന്നിൽ കൂടെ നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തന്നെ ഇതുവരെ ഉണ്ടായിട്ടുള്ള രീതികളിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യങ്ങളെ മനസ്സിലാക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അങ്ങനെ ഒരു റെഫറൻസ് ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ബുദ്ധി ആവശ്യം. ഞാൻ എല്ലായിടത്തും പറയും, ഞാനിങ്ങനെ പറയും, ഞാൻ മമ്മൂക്ക അടുത്ത് വരെയും അഭിനയിച്ചൊക്കെ കാണിക്കുന്ന ഒരാളാണ്. മമ്മൂക്ക എൻ്റെ അടുത്ത് ചോദിക്കും, നീ എന്തിനാ ഇത് എൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ ചെയ്യത്തില്ലേ? മമ്മൂക്ക ചെയ്തോളൂ, പക്ഷേ ഞാൻ എഴുതുമ്പം തൊട്ടേ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ നമ്മളിത് എത്ര പറഞ്ഞാലും ഒരു ആർട്ടിസ്റ്റ് അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരതങ്ങനെ റിസീവ് ചെയ്യണം, കൺസീവ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് അവരുടെ ചെറിയ ചലനങ്ങളിൽ കൂടെയെങ്കിലും അത് എക്സ്പ്രസീവ് ആകത്തുള്ളൂ. അപ്പോൾ അത് വളരെ നമ്മൾ പറയുന്നത് മനസ്സിലാക്കുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത്തരം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിൽ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വലിയൊരു ആവശ്യമാണ്. അതൊക്കെ രാജുവിന് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അത് ഇത്രയും കാലം അത് സസ്റ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക. അതെ അതെ. അതും അപ്പുറത്ത് ഇത്രയും വിലപിടിപ്പുള്ള ഒരു താരവും കൂടിയാണ്. ഇതിൻ്റെ ഇടയിൽ പല സിനിമകൾ ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ. അതെ അതെ. എനിക്ക് സാറിൻ്റെ സിനിമകളിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരുപാട് സിനിമകൾ നമ്മളെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉലച്ചു കളഞ്ഞ ഒരുപാട് സിനിമകളുണ്ട്, തന്മാത്ര എസ്പെഷ്യലി. അപ്പോൾ അതിൽ തന്മാത്രയിൽ തന്നെ നമ്മൾ രമേശ് നായരുടെ ജേണിയിലൂടെ പോകുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ഒരു പ്രോസസ്സിലൂടെ പോകുമ്പോൾ അപ്പുറത്ത് പെട്ടെന്ന് ജഗദീഷ് ശ്രീകുമാർ സാറിൻ്റെ ക്യാരക്ടർ മരിച്ചു പോകുന്നൊരു വളരെയധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു സീനുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ അതിനു മുമ്പ് അതിന് ശേഷം അങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഒരു സപ്പോർട്ടിങ് ആക്ടറിൻ്റെ ഒരു മരണം എന്ന് പറയുന്നത് നമ്മൾ എത്രയും ഡീപ്പായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അവിടെ അതിനേക്കാളും വലിയൊരു മാനസിക ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. അത് എങ്ങനെയാണ് സാറിന് എവിടെയെങ്കിലും ഒരു റിയൽ ഇൻസിഡൻറ്റിൽ നിന്നാണോ വന്നത്, അതോ അത് റൈറ്റിങ്ങിൻ്റെ പ്രോസസ്സിൽ നാച്ചുറലായിട്ട് വന്നതാണോ?
അത് ഇത്തരം പ്രോസസ്സിലൊക്കെ നമുക്ക് ഒരാളിലേക്ക് എത്തുമ്പോൾ ജോസഫ് എന്ന് പറയുന്നത് ഒത്തിരി ഡീറ്റെയിൽഡ്, വളരെ തമാശയൊക്കെ പറഞ്ഞു പോകുന്ന ഒരാളാണേലും ജോസഫാണ് അയാൾക്ക് ലൈഫിലെ ഒരു കൂടുതൽ പ്രതീക്ഷ, ഒരു കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു മനുഷ്യൻ. വണ്ടി എടുക്കണമെന്നും ഫ്ലാറ്റ് വാങ്ങിക്കണമെന്നും അയാളുടെ ലൈഫിനെ കമ്മീഷൻ കിട്ടുന്ന ഒരു പരിപാടിയാണെങ്കിൽ പോലും ഒരു നാട്ടിൻപുറത്തുകാരനെ കുറച്ചും കൂടെ ക്രമീകരിക്കാനായിട്ടുള്ളൊരു, അപ്പം പുള്ളിക്ക് എല്ലാത്തിനും ഓരോ പ്ലാനിങ് ആണ്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാറുണ്ട്. അപ്പം അവർക്ക് നാളെ എന്ന് വളരെ കോൺഫിഡൻസോടുകൂടി പോകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാൾക്കുണ്ടാകുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത് അതാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ചർച്ചകളിൽ ഈ മനുഷ്യൻ്റെ ഈ അല്പായുസിനെക്കുറിച്ചും മനുഷ്യന് ആവശ്യമായി കൂട്ടിവെക്കുന്ന ചിന്തകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമുക്കും സംസാരിക്കാൻ ഇടം കിട്ടുന്നിടത്ത് അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. എനിക്ക് എഴുത്തൊരിക്കലും ഞാൻ എൻ്റെ ബോധപൂർവമായ ശ്രമമല്ല. ഇപ്പോൾ ഇതേപോലെ തന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന സാറ് ഇടയ്ക്കെങ്കിലും എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ കുറച്ചുകൂടെ ലൈറ്റർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കോമഡി സിനിമയോ ഒരു ഫീൽ ഗുഡ് സിനിമകളിലോ അതിലേക്കെങ്കിലും പോകാമെന്നുള്ളത്? നമുക്കൊക്കെ എപ്പോഴും സാറിൻ്റെ സിനിമകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്ന് കാണാൻ പറ്റാത്ത മനോഹരമായ സിനിമകളാണ്. പക്ഷേ എന്നാലും നമ്മൾ വീണ്ടും ഇരുന്ന് കാണും, എന്നാലും നമ്മൾ വീണ്ടും ഇരുന്ന് കരയും. ഈ സിനിമയും ഞാനിപ്പോൾ ഇത്രയും വർക്ക് ചെയ്തു, ഈ സിനിമ ഒരു 10-30 തവണയെങ്കിലും കണ്ടു, എന്നാലും തിയേറ്ററിലിരുന്ന് കണ്ടപ്പോൾ വീണ്ടും കരയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും സാറിന് കുറച്ചുകൂടെ ഒന്ന് ഞാനൊന്ന് റിലാക്സ് ആവട്ടെ, ഒന്ന് ഒരു ലൈറ്റ് ഹാർട്ടഡ് സിനിമ ചെയ്യാമെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ജീവിതം അങ്ങനെ എന്നോട് ഇതുവരെ അങ്ങനെ ജീവിതം എനിക്ക് എന്നോട് അങ്ങനെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപാട് ഞാൻ അങ്ങനെ സന്തോഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് പൊട്ടിച്ചിരിച്ചിട്ടുള്ള, ഒരുപാട് റിലാക്സ് ചെയ്തിട്ടുള്ള അനുഭവങ്ങളൊന്നും എനിക്കും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. പിന്നെ എനിക്കും എഴുത്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞ ഒരു വരിഞ്ഞു മുറുക്കം തന്നെയാണ് എനിക്ക് കംഫർട്ടബിളായിട്ട് എനിക്കറിയത്തില്ല, അങ്ങനെ ആയി പോവും. ശ്രമിക്കണമെന്നുണ്ട്. കാരണം പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടൊരു മനഃപൂർവ്വം അല്ലല്ലോ. ഞാൻ അങ്ങനെ അടുത്തൊരു ഹ്യൂമർ സിനിമ ചെയ്യാം, അല്ലെങ്കിൽ അടുത്തൊരു വേറൊരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാം, ഇങ്ങനെ ഒന്നും ഞാൻ ചിന്തിക്കത്തില്ലാത്ത ഒരാളാണ്. അപ്പം സംഭവിച്ചു പോകുന്നതിന് വേണ്ടി ഞാനങ്ങ് ഒരുങ്ങുക എന്നുള്ളതാണ്. അതാണ് എന്നെ പലരും ഞാൻ ഒരുപാട് എൻ്റെ ആത്മീയത പറയുന്ന ഒരാളായിട്ട് പറയുമ്പോൾ ഞാൻ അനുഭവിച്ചിട്ടുള്ള ആത്മീയത അങ്ങനെയാണ്. കാരണം എനിക്ക് ബേസിക്കലി ഞാനൊരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ടിരിക്കുന്ന ഒരു 18 വർഷക്കാലം പല ആൾക്കാരുടെ കൂടെ സഹായിയായിട്ട് വർക്ക് ചെയ്തിട്ട് അതുവരെ ഒരു സ്ക്രിപ്റ്റ് എഴുതാത്ത ഒരാൾക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റി എന്നുള്ളത് എനിക്ക് ഈ ആത്മീയത കൊണ്ട് മാത്രമാണ്. എന്നെ അടുത്താരോ പറയുന്നു എന്ന് പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ സാറ് 18 വർഷം അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് നിന്നു എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഇടയിൽ ശ്രമങ്ങളുണ്ടായിട്ടുള്ള ഈ സിനിമ ഇടയ്ക്കൊരു ആദ്യത്തെ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു കുറച്ചുകൂടെ എളുപ്പത്തിൽ നടക്കുമായിരുന്നിരിക്കും. ഇപ്പോൾ ഇത്രയും നാൾ നിൽക്കണം എന്നുള്ളൊരു ഡിസിഷൻ ആയിരുന്നോ, അതോ അത് അങ്ങനെ സംഭവിച്ചു പോയതാണോ? എന്തായിരിക്കും അതിൻ്റെ ഒരു? ഇല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടമല്ല അന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്രാശിയിലാണ് സിനിമ ഉണ്ടാവുക കൂടുതൽ. പിന്നെ പത്മനാഭൻ സാറിനെ പോലുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേഷൻ ട്രിവാൻഡ്രം ആയതുകൊണ്ടും ഒക്കെയാണ് നമ്മൾ കേരളത്തിൽ കൂടുതൽ. എന്നാൽ പോലും ഡബ്ബിങ്ങിനും മറ്റുമായിട്ട് നമ്മൾ ചെന്നൈയിലാണ് പോകേണ്ടത്. ലെനിൻ സാറാണ്, ബി ലെനിനാണ് എഡിറ്ററായിട്ട് കൂടുതൽ. അപ്പം പത്മനാഭൻ സാറിൻ്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ 7 സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നീട് ആണെങ്കിലും ജയരാജ്, വേണുനാളി വേണുചേട്ടൻ, രാജീവ് അഞ്ചൽ, അങ്ങനെ കുറേയധികം സുന്ദർദാസ്. അപ്പം ഏറ്റവും ഇതായിട്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ലോഹിയേട്ടനെ പരിചയപ്പെട്ടതിന് ശേഷമാണ് ലോഹിയേട്ടൻ്റെ ഒരു സ്ക്രിപ്റ്റ് വാങ്ങിച്ച് ചെയ്യാം എന്നാണ്. ഒരു സ്ക്രീൻ പ്ലേ ആയിരുന്നു ഏറ്റവും പ്രയാസം. പിന്നെ എൻ്റെ മനസ്സിൽ ഞാനൊരു ഫിലിം സൊസൈറ്റി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നിട്ട് സീരിയസ് ആയിട്ട് സിനിമ കണ്ടു വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിനിമയോട് അത്തരത്തിലുള്ള ഒരു മനസ്സ് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പം
മലയാള സിനിമയിൽ തന്നെയാണെങ്കിലും പത്മനാഭൻ സാറിൻ്റെ പെരുവഴിയമ്പലം, ഭരതൻ സാറിൻ്റെ പ്രയാണം, എന്ന് ജോർജ് സാറിൻ്റെ സ്വപ്നാടനം, ഇത്തരത്തിൽ ഒരു ആദ്യ സിനിമകളിലാണ് ഇവരെല്ലാം അവസാന സമയം വരെയും. അതിന് ശേഷം ഒരുപാട് സിനിമകൾ ചെയ്താലും എനിക്കിപ്പോഴും എന്നെ പറയുമ്പോൾ ആടുജീവിതം എത്രത്തോളം ഉയർത്തപ്പെട്ടാലും കാഴ്ചയായിരിക്കും ആൾക്കാർ കൂടുതൽ എന്നെക്കുറിച്ച് പറയുമ്പോൾ പറയുക. അപ്പോൾ അങ്ങനെ ഒരു സിനിമ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹിച്ചു. അതിനു വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഇതിൽ റഹ്മാൻ സാറുമായിട്ടുള്ള ഒരു സ്കോറിങ് എക്സ്പീരിയൻസ്, ഇപ്പോൾ ഇതിൽ ഡെസേർട്ട് ക്രോസിങ്ങിൻ്റെ ഇടയിൽ വരുന്ന അറബിക് സോങ് ഉണ്ട്, അത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. പക്ഷേ മറ്റേ പാട്ട്, ആ പാലസ്തീനിയൻ സോങ് ബദവേ എന്ന് പറയുന്നത്, അതൊരു പ്രത്യേക മൊമെൻറ്റിലാണ് വരുന്നത്. നമ്മളെല്ലാവരും വല്ലാത്തൊരു ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സൈലൻസിൽ വരുന്നൊരു മ്യൂസിക്കാണ്. അപ്പം ഇതൊക്കെ എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ഒരു എവല്യൂഷൻ എങ്ങനെയായിരുന്നു ഈ ഒരു? ആ പാട്ട് ബദവേ എന്നുള്ള സോങ് ആക്സിഡൻ്റലി വന്നൊരു പാട്ടായിട്ടാണ് വേണമെങ്കിൽ പറയാം. സാറുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ രാത്രിയുടെ നിശബ്ദതയാണല്ലോ അവിടെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ലണ്ടനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണിത്, ഇങ്ങനൊരു സന്നമൂസ എന്ന് പറഞ്ഞ ഒരു ഇത് വളരെ പ്രാകൃതമായ അല്ലെങ്കിൽ അത്തരം ഒരു ട്രൈബിൻ്റെയൊക്കെ അതുപോലൊക്കെ ഉള്ളൊരു രീതിയിലുള്ളൊരു ഇതാണ്. അപ്പം നമുക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെ റേഡിയോയോ അതുപോലെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമെന്നുള്ള രീതി. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ അവിടെ അങ്ങനെയുള്ള സ്കോപ്പുകളൊന്നുമില്ല, ഇയാളുടെ ഒരു കടുത്ത ഏകാന്തതയും കാര്യങ്ങളുമൊക്കെയാണ് അവിടെ. പക്ഷെങ്കിൽ ഇത് ഞാനും ആദ്യം കേട്ടപ്പോൾ, ഞാനും എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പ്രഭാകറും കൂടെയാണ് ചെന്നൈ വെച്ച് ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വണ്ടിയിൽ ഈ പാട്ടിങ്ങനെ കേട്ട് എത്രയോ ഇങ്ങനെ വെറുതെ ഇതിലിങ്ങനെ ഇങ്ങനെ തനിച്ച് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊരു വേറൊരു ഭയങ്കര ഒരു മൂഡായിട്ട് നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു അലിയിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നീട് ഇത് എത്രയോ വർഷങ്ങൾ 2-3 വർഷങ്ങൾക്ക് ശേഷമാണ് ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് ഷെഡ്യൂൾസിൻ്റെ ഇതിൽ നിൽക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും കൂടെ ഉള്ള ഒയാസിസിന് ശേഷമുള്ള ടയർ മാർക്ക് കാണുകയും പിന്നീട് അങ്ങോട്ടുള്ളതിൽ കുറേ 2-3 സീനുകൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റിൻ്റെ അകത്ത് ആ സീനുകളുണ്ടോ എന്ന് തന്നെ ഒരു സംശയമുണ്ട്, എടുത്തിട്ടില്ല. അപ്പം അവിടെ അത് പക്ഷെങ്കിൽ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാനില്ല എന്നുള്ളതും പരസ്പരം ഒന്നും സംസാരിക്കാനില്ല, എന്ത് ചെയ്യും ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാനായിട്ട് പ്രസക്തി നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ. കാരണം അതിനും പ്രസക്തിയില്ല. അപ്പം ഇത്തരം ഘട്ടങ്ങളിലാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കേണ്ടിയും കാര്യമില്ല. കാരണം എന്തിനാ ഞാൻ മുഖത്ത് നോക്കി സംസാരിക്കുന്നത്, എപ്പോഴും അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പോലും ഭാഷയിൽ അങ്ങനെ അതെ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ ഇരുന്ന് ആണ് ഒരു 3 സീനുകൾ നമ്മൾ ചെറിയ ചില ഡയലോഗുകളൊക്കെ എഴുതി വെച്ചിട്ട്. അപ്പം ഇങ്ങനൊരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും നമുക്ക് തന്നെ അത് ലൊക്കേഷനും പെർഫോമൻസും ഇതെല്ലാം നമ്മൾ വർക്ക് ചെയ്ത് പാറ്റേണും എല്ലാം എഡിറ്റ് ചെയ്ത് കാണുമ്പോൾ നമ്മൾ തന്നെ ഭയങ്കരമായിട്ടൊരു വല്ലാത്തൊരു ഷോക്ക് നിൽക്കുക. അപ്പോൾ ഇനി അങ്ങോട്ട് ഈ സീനുകളൊന്നും വർക്കാകത്തില്ല എന്ന് തോന്നുകയും അപ്പോഴാണ് പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വരുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഷോട്ട് നമ്മൾ ഇറങ്ങിയെടുക്കുന്നു പോകുന്നു, അവിടെ നിന്ന് പ്ലേസ് ചെയ്ത് നോക്കി ഭയങ്കരമായിട്ട് നമുക്കും ഈ പറഞ്ഞ തൊട്ടൊരു വല്ലാത്തൊരു മൂഡിലേക്ക് ഇങ്ങനെ അതിനെ കൊണ്ടുപോയി. അപ്പോൾ ഇത് ഞാൻ ഗുരുത്വം എന്ന് പറയാം. അതെ, ആ ഒരു ഭാഗത്ത് ഇന്നൊരു സാധനം ചെയ്യാല്ല, ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുള്ളതായിരുന്നില്ല. പിന്നീട് ഞാനത് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് കാണിക്കുമ്പോഴാണ് റഹ്മാൻ സാർ അത് സെറ്റ് ചെയ്ത് തിരിച്ച് കാണിച്ചു ഇങ്ങനെ ഇവിടെയാണ് ഞാനത് ഉപയോഗിക്കുന്നത്. പിന്നാണ് അങ്ങനെയാണ് സനമൂസ പോലും ഇതിലേക്ക് നമ്മുടെ ബോർഡിലെത്തുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ റസൂൽ സാറുണ്ട്, ശ്രീയ പ്രസാദ് സാറുണ്ട്, റഹ്മാൻ സാറുണ്ട്. സുനിൽ ഒരു കമ്പാരിറ്റീവ്ലി പുതിയ സിനിമാറ്റോഗ്രാഫറാണ്. കമാര സംഭവം ഗംഭീര വർക്കായിരുന്നു. KU മോഹനൻ സാറാണ് ആദ്യത്തെ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ സുനിലിലേക്ക് എങ്ങനെയാണ് എത്തിയത് സാർ?
അദ്ദേഹത്തിൻ്റെ പുറത്ത് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒരു കോൺഫിഡൻസ് അതും തെളിയിച്ചും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. കെ ഇ മോഹനാണ് ഇത് തുടങ്ങിയത്. അതിൻ്റെ പ്രത്യേകിച്ച് നാട്ടിലെ സീക്വൻസും ജോർദാനിൽ വന്ന് ഉള്ള ആദ്യത്തെ പോർഷൻസ്. പക്ഷെങ്കിൽ ഇത് പല കാരണങ്ങളാൽ ഷെഡ്യൂൾ തടസ്സപ്പെടുന്നു, മുന്നോട്ട് പോകാൻ പറ്റാത്ത ഉള്ള ഡേറ്റുകളുടെ ക്ലാഷും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹവുമായിട്ട് നമ്മൾ പറഞ്ഞ രീതിയിലുള്ളൊരു കോൺട്രാക്റ്റിൽ പോകാനായിട്ട്, അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള പോർഷൻ അത്ര സുഖകരമായി പോകത്തില്ലെന്നും ഒക്കെ മനസ്സിലായപ്പോൾ അദ്ദേഹത്തിനും ഒരുപാട് ബിസി ആയിട്ടുള്ള ഒരാളാണ്. അപ്പം പുള്ളിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം അതിൽ നിന്ന് ഒഴിയുമായിരുന്നു. അപ്പം പിന്നീട് ആരെന്നുള്ളത് വലിയൊരു ചോദ്യമായിരുന്നു. അപ്പം നേരത്തെ ഈ പ്രതിസന്ധി പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ ഓരോ ഘട്ടങ്ങളിൽ പറയാൻ, ഇതും ഒരു വലിയൊരു പ്രതിസന്ധിയായിരുന്നു. കാരണം ഇത് ഷൂട്ട് ചെയ്യണം, പക്ഷേ ഷൂട്ട് ചെയ്യാൻ ക്യാമറാമാനില്ല. ഒരുപാട് ആൾക്കാരെ പല രീതിയിൽ സജഷൻസ് വരുന്നു. എനിക്ക് തോന്നുന്നു രവി കെ ചന്ദ്രൻ സാറും രവി വെരി ബിഗിനിങ്ങിലായിരുന്നു. മോഹൻ വരുന്നതിന് മുമ്പേ രവിയായിരുന്നു. രവിക്ക് ഞാൻ അഡ്വാൻസ് ഒക്കെ കൊടുത്തിരുന്നത്. ആദ്യ കഥ പറയുന്നത് രവിയുമായിട്ടാണ്. അതിനുശേഷമാണ് മോഹനിലേക്ക് എത്തുന്നത്. അപ്പം ആ സമയത്താണ് രവി വേറെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതിൻ്റെ ഒരു രവി അതിൻ്റെ പിന്നീട് പറയുന്നത്. ഇപ്പോൾ രവി ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിത്രയും വെച്ചാൽ ഇതിന് ഒരുപാട് ക്ഷമയൊരു ആവശ്യമായിട്ടുണ്ട് നമുക്ക്. അത് ഈ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം തന്നെ, അല്ലെങ്കിൽ പറയത്തില്ല ചേട്ടാ ഇതൊന്നും വേണ്ട, ഇങ്ങനെയൊക്കെ മതി, ഇതിങ്ങനെ മതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരുടെ തിരക്കുകൾ കൊണ്ട് വേണമെങ്കിൽ. പക്ഷെ അങ്ങനെ ഇതുവരെ രാജുവോ പറഞ്ഞിട്ടില്ല, സുനിലും പറഞ്ഞിട്ടില്ല, എന്നോടൊപ്പം വർക്ക് ചെയ്ത് ആരും പറഞ്ഞിട്ടില്ല ഇതിങ്ങനെ മതി, നമുക്ക് തീർക്കണ്ടേ, ഇതെന്താണ് ഇത്രയും ഇത് ഇങ്ങനെ ഇത്രയും നോക്കണോ നമ്മൾ, അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. അപ്പം നമ്മളൊരു 10 ടേക്ക് എടുത്താലും അടുത്ത വേണമെന്നുണ്ടെങ്കിൽ ചാടണമെന്നുണ്ടെങ്കിൽ ചാടാൻ തയ്യാറാണ്. കാരണം അതിന് നമ്മൾ കൃത്യമായ കാര്യങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനെ ആയിരുന്നു ഒരു ഈ സിനിമയോട് എല്ലാവരും സമീപിച്ചത്. അപ്പം സുനിലിനെ സംബന്ധിച്ചിടത്തോളം രതീഷ് അമ്പാടാണ് എനിക്ക് സുനിലിനെ പരിചയപ്പെടുത്തുന്നത്. സുനിൽ അങ്ങനെ പരസ്യങ്ങൾ മാത്രം ചെയ്ത് പോകുന്ന ഒരാളാണ്. അപ്പം പലരോടും നമുക്ക് എപ്പോഴും സംസാരിക്കുമ്പോൾ ഒട്ടുമിക്ക സിനിമകളിലും എനിക്ക് എല്ലാ ക്യാമറാമാർ പുതിയ ആൾക്കാരായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ സതീഷ് മാത്രമേ ഉള്ളൂ, സതീഷ് കുറുപ്പ് മാത്രമേ ഉള്ളൂ 2 സിനിമ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഓരോ പുതിയ ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സിനിമയോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രണയവും ഒക്കെ പറഞ്ഞ് കേൾപ്പിക്കാന്നുള്ളൊരു താല്പര്യമുണ്ടല്ലോ, അത് കേൾക്കുന്നവൻ്റെ ഒരു താല്പര്യം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ അവൻ തിരിച്ചിങ്ങോട്ട് തരുന്നതിൻ്റെ താല്പര്യം ഈ അതാണ് അതിൻ്റെ ഒരു കൃത്യമായ ഒരു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പലപ്പോഴും സംസാരിച്ച് ഒരു കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പുതിയ കാര്യങ്ങളുണ്ടാകുന്നത്. അപ്പം അത് ഒരു കള്ളം പറഞ്ഞ് അല്ലെങ്കിൽ ഒരു കാര്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇത് വർക്കാകുന്നില്ലെന്നുള്ളത്. അപ്പം നമ്മളത് കൂടുതൽ പറയും. അപ്പോഴായിരിക്കും തിരിച്ച് അങ്ങോട്ട് ചേട്ടൻ നമുക്ക് ഇന്ന ലൈറ്റിലെടുക്കാം, ഇന്നൊരു പാറ്റേണിലെടുക്കാം, ഇതിൻ്റെ ഒരു റെഫറൻസ് ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പം നമുക്കത് കുറച്ച് അത് എൻഹാൻസ് ചെയ്യുക. അതാണ് സുനിലിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടത്. അത് ആദ്യ സമയത്ത് നമുക്ക് ഒരു സിനിമ മാത്രം ചെയ്ത ഒരാൾ എന്നാൽ ആഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് മൂവ്മെൻറ്റ്സ് മറ്റു കാര്യങ്ങളെ ഒക്കെ എന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ, പക്ഷെങ്കിൽ ഞാൻ ആ വർക്കുകളൊക്കെ വീണ്ടും റെഫർ ചെയ്യുമ്പോഴും പക്ഷേ ഈ പറയുന്ന സംസാരത്തിലും തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമല്ലോ. പിന്നെ സുനിലിൻ്റേതായിട്ടുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു, വേണ്ടിയ എല്ലാ രീതിയിലുള്ള എക്യുപ്മെൻസും ലെൻസും ടൈമും. എനിക്ക് തോന്നുന്നില്ല മലയാളത്തിൽ ഒരുപാട് തവണ പറഞ്ഞല്ലോ ഒരു ഷോട്ടിന് വേണ്ടി എടുത്ത. അതിപ്പം സുനിൽ വേണ്ട എന്ന് പറഞ്ഞാലും ഞാൻ പറയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്ന ഒരാൾക്കാരായതുകൊണ്ട് അയക്ക് മടിയില്ല, ചേട്ടാ ഒന്നോട് എടുക്കാമെന്നോ. ചില സീക്വൻസുകളൊക്കെ ഇങ്ങനെ ഈവനിങ് മാത്രം ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പകൽ വേറെ സീക്വൻസ് ആയിരിക്കും ചെയ്യുക. അങ്ങനെ അത് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു വലിയൊരു റിസൾട്ടാണ്. ഓക്കെ സാർ, ഇനി ഇപ്പോൾ റിലീസായി ഇത്ര സക്സസ് ആയി, ഇപ്പോൾ ഇനി സാറിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ്? കുറച്ച്
ഇത്രയും ഹെവി, ഇത്രയും നാളത്തെ ഒരു പരിശ്രമം റിസൾട്ട് കണ്ടു, കുറച്ചാൾ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്നാണോ, അതൊരു ചെറിയ സിനിമ ചെയ്യണം എന്നാണോ, അതൊരു എന്തായാലും വലിയ സിനിമ സക്സസ് ആക്കി അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഒരു വലിയ സിനിമയാണോ എടുത്തത്? എന്താണ് സാറിൻ്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? തീരുമാനിച്ചിട്ടില്ല ശരിക്കും. ഇനി അടുത്തൊരു സിനിമ എന്നൊക്കെ പറയുന്നത് ആലോചിക്കാനുള്ളൊരു ആയിട്ടില്ല എന്ന് തോന്നുന്നു. കുറച്ചൊരു റെസ്റ്റ് ഒരു 10 ദിവസമല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു പ്രൊമോഷൻ, ഇൻ്റർവ്യൂസ്, കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിയുമ്പോഴാണ് പിന്നെ നമുക്കൊരു ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞിട്ട്. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.